ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ SSRI ടെക്സ്റ്റ് അനുസരിച്ച് 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ചാപ്റ്റർ 4 ജീവനുള്ള വിത്തുകൾ. വിത്ത് മുളയ്ക്കാൻ ജലം, വായു, അനുയോജ്യമായ താപനില ആവശ്യമാണ്. എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നിവ ആവശ്യമില്ല. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷിരീതിയിൽ മണ്ണിന് പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്നു. വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. വിത്തിൽ ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാനം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാനത്തിൽ നിന്നാണ്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യത്തിന് ഉദാഹരണമാണ് ചോളം. നെക്സ്റ്റ്, വിത്ത് മുളയ്ക്കൽ. എങ്ങനെയാണ് വിത്ത് മുളയ്ക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. പിന്നീട് ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ വേരായും ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുവരെ ബീജപത്രത്തിലോ ബീജാനത്തിലോ കരുതിവെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, വിത്ത് വിതരണം. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം. ഇനി അടുത്ത് ജാലിക സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവും എന്താണെന്ന് നോക്കാം. ഇലഞ്ഞെട്ടിലിൽ നിന്നും അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിരയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനെ ജാലിക സിരാവിന്യാസം എന്നു പറയുന്നു. അടുത്തത് സമാന്തര സിരാവിന്യാസം. ഇലയിലെ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്നും തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നതിനെ സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നു. ചുവട്ടിൽ നിന്നും താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്നും വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലങ്ങളാണ് തായ് വേരുപടലം. തായ് വേരുപടലത്തിന് ഉദാഹരണങ്ങളാണ് മാവ്, പ്ലാവ് എന്നിവ. അടുത്തത് നാരുവേരുപടലം. കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്നും വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേരുന്ന വേരുപടലമാണ് നാരുവേരുപടലം. ഉദാഹരണത്തിന് പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ. സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നത്. എന്നാൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വേരുകളാണ് താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് തുടങ്ങിയവ. വേരിന്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതും വാതക വിനിമയത്തിന് സഹായിക്കുന്നതുമായ വേരുകളാണ് ശ്വസന വേരുകൾ. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകൾ ശ്വസന വേരിന് ഒരു ഉദാഹരണമാണ്. അടുത്തത് ഏകബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളുമാണ്. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളെ ഏകബീജപത്ര സസ്യങ്ങൾ എന്ന് വിളിക്കുന്നു. ഏകബീജപത്ര സസ്യങ്ങൾക്ക് സവിശേഷതകളാണ് നാരുവേരുപടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര സിരാവിന്യാസം തുടങ്ങിയവ. ഏകബീജപത്ര സസ്യത്തിന് ഒരു ഉദാഹരണമാണ് തെങ്ങ്. നെക്സ്റ്റ്, 2 ബീജപത്രങ്ങളുള്ള സസ്യങ്ങളെ ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് വിളിക്കുന്നു. ദ്വിബീജപത്ര സസ്യങ്ങളുടെ സവിശേഷതകളാണ് തായ് വേരുപടലം, ശിഖരങ്ങളോടുകൂടിയ തണ്ട്, ജാലിക സിരാവിന്യാസം. ദ്വിബീജപത്ര സസ്യത്തിന് ഉദാഹരണമാണ് പ്ലാവ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ചാപ്റ്ററുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്